പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അച്ഛനെ കാണാതായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മീനു ആകെ പകച്ചു പോകുന്നു. ഇതോടെ നാരായണൻ സഹായത്തിനായി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും മീനു പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണൻ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അമ്മവന്മാർ വന്ന് വീണ്ടും വീട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതോടെ അവരെ നേരിടുന്നതിനായി മുന്നിലേക്ക് പോവുകയാണ് നാരായണൻ. ഇത് കാണുന്ന അവർ നാരായണനെയും മീനുവിനെയും വെച്ച് അപവാദങ്ങൾ പറയാൻ തയ്യാറാവുകയാണ്. നീയാണോ മീനുവിൻ്റെ ചാരനെന്നും മാത്രവുമല്ല നിങ്ങൾ തമ്മിലുള്ള അവിഹിത ബന്ധത്തെ പറ്റി ഞങ്ങളും അറിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ്. ഇത് കേൾക്കുന്ന മീനു ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെച്ച് സീനുണ്ടാക്കുകയാണ് എങ്കിൽ ഇനി പ്രശ്നം വഷളാകും എന്ന് അറിയിക്കുകയാണ്. ഇത്രയും സമയം ഞാനിതെല്ലാം കേട്ട് ക്ഷമിച്ചു. പക്ഷേ ഇനിയൊരു അക്ഷരം നിങ്ങൾ മിണ്ടുകയാണ് എങ്കിൽ മീനുവിൻ്റെ മറ്റൊരു സ്വരൂപം നിങ്ങൾക്ക് കാണേണ്ടതായി വരും എന്ന് വ്യക്തമാക്കുന്ന മീനു അത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതായിരിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. തിരിച്ചടികൾ അത്ര ശക്തമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇത് മീനുവാണ് പറയുന്നത്. മീനുവിൻ്റെ തീരുമാനം ഉറച്ച് എടുത്തിട്ടുള്ളതാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് പിൻവാങ്ങുന്നതിനായി തയ്യാറായിരിക്കുകയാണ് അവർ. ഇതേ തുടർന്ന് ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്ന മീനു നാരായണനോട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന നാരായണൻ എന്നാൽ മാത്രമാണ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാക്കാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മൾ വെറുതെ കാത്തിരുന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് ഉറപ്പാണ് ഈ അമ്മാവന്മാർ തന്നെയാണ് ഈ കള്ളക്കളികൾക്ക് പിന്നിൽ എന്ന്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തായാലും അച്ഛനെ കണ്ടെത്തിയിട്ടേ ബാക്കി കാര്യം ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് പോലീസിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതേ സമയം അമ്മാവന്മാരാകട്ടെ മീനു പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമോ എന്ന് ആലോചിച്ചു തുടങ്ങുകയാണ്. പക്ഷേ കംപ്ലൈന്റ് ചെയ്തിട്ടൊന്നും യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മൾ വിചാരിച്ചതുപോലെയേ ഇനി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം അയാൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഒരു പോലീസുകാരനും അന്വേഷിച്ചിട്ട് തെളിവ് കിട്ടാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. വിജയം നമ്മുടേത് തന്നെ ആയിരിക്കും. അത് ആരൊക്കെ വന്ന് എതിർത്താലും. ഇതേ തുടർന്ന് ശിവരഞ്ജിനി മേഡത്തിന്റെ സഹായം ലഭിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ ഉഷാറാകും എന്ന് നാരായണൻ പറഞ്ഞിരിക്കുകയാണ് മീനുവിനോട്. ഇതോടെ മീനു കാര്യങ്ങൾ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് വ്യക്തമാക്കുന്നു. അമ്മ അറിയുകയാണ് എങ്കിൽ ഇതിന് എതിര് നിൽക്കും. ആ കാര്യം ഉറപ്പാണ്. അമ്മയ്ക്ക് ഈ കാര്യത്തിൽ ശിവരഞ്ജിനി മേഡത്തിനെ ഇടപെടുത്തുന്നത് തന്നെ തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല. നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് കൂടി പ്രയോഗിക്കേണ്ടതായി വരും. ഇത് അച്ഛന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ മീനു വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം നാരായണൻ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് മീനു നാരായണൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നു മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ശിവരഞ്ജിനിയെ കാണുന്നതിനായി ശിവരഞ്ജിനിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ ശിവരഞ്ജിനി ഇപ്പോൾ
ഉണ്ടായ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ്. മീനുവിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അവർ ഇതോടെ മീനുവിനെ സഹായിക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. എന്ത് സഹായമാണ് മീനുവിന് വേണ്ടത് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് വ്യക്തമാക്കുന്ന അവർ മീനുവിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം മീനുവിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഇതോടെ മീനു ഇനി കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അന്വേഷണം കൃത്യമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഒടുവിൽ മീനുവിൻ്റെ മുന്നിലേക്ക് മീനുവിൻ്റെ അച്ഛൻ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതോടെ ആരാണ് അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യം ചോദിക്കുന്ന മീനു അവരെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി എന്ന് പറയുകയും അങ്ങനെ ചെയ്താൽ ബാക്കി കാര്യം ഞങ്ങളേറ്റു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.